നമ്മൾ കഴിയുന്നതും നേരത്തെ പള്ളിയിലെത്തി പള്ളിയിൽ നിന്ന് തന്നെ കൂടാൻ നോക്കുക. താമസിച്ച് സമയത്തിനെത്താൻ പറ്റിയില്ല എങ്കിൽ നമ്മളെ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇമാമ് നിൽക്കുന്ന പള്ളിയുടെ ബാക്കിൽ പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഈ പുറത്ത് നിൽക്കുന്ന സൊഫും പള്ളിയുടെ അവസാനത്തെ ബാക്കിലെ സൊഫും തമ്മിൽ 3 മുഴത്തേക്കാൾ അകലമില്ലാതിരിക്കണം. അതിന്റെ പുറമെ ഈ ഇമാമിനെയോ അല്ലെങ്കിൽ ഇമാമിനോട് എന്നെ കാണുന്നവരെയോ കാണാനുള്ള സൗകര്യമുണ്ടായിരിക്കണം. അതിന്റെ പുറമെ ഈ പുറത്തു നിൽക്കുന്ന ആൾക്ക് ഖിബിലയിൽ നിന്ന് തെറ്റാതെ നടന്നു ചെന്നാൽ ഇമാമ് നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റിയിരിക്കണം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിസ്കാരം സഹിയാവും. ഇവിടുത്തെ ഗൾഫിലെ സാഹചര്യത്തിൽ പുറത്തു നിസ്കരിക്കുന്നവരുടെ നിസ്കാരം ഷാഫി മദ്ഹബ് അനുസരിച്ച് സഹിഹല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെയൊക്കെ AC ആണല്ലോ പള്ളിയിൽ. അതുകൊണ്ട് ഡോറ് ക്ലോസ് ചെയ്ത് അടച്ചിരിക്കും. ഡോർ അടച്ചിരുന്ന് പുറത്തുനിന്ന് ഉള്ളിലേക്ക് നോക്കിയാൽ കാണുന്നില്ല. ആ നിലയ്ക്ക് ഇടതുവശത്തോ വലതുവശത്തോ പിൻവശത്തോ 3 ഭാഗത്തിൽ മുന്നിൽ നിൽക്കാൻ പറ്റൂലല്ലോ. ഈ ഇടതുവശത്ത് നിൽക്കുന്നവരായാലും വലതുവശത്ത് നിൽക്കുന്നവരായാലും ഈ പുറത്തു നിൽക്കുന്ന സൊഫിന്റെയും ഉള്ളിലെ ഇമാമുമായിട്ട് ബന്ധപ്പെടുന്ന ഉള്ളിലെ സൊഫിന്റെയും ഇടയിൽ ഒരാൾക്ക് നിൽക്കാനുള്ള ഒഴിവ് കാലി കടക്കാൻ പാടില്ല. മനസ്സിലാണ്ടോ? അങ്ങനെ ആരും നിൽക്കണില്ല. അവിടെ ബേക്കിലാണെങ്കിൽ 3 മുഴം അകലത്തിൽ നിൽക്കുക. എന്നിട്ട് ഈ ഇമാമിനെയോ ഇമാമിനെ കാണുന്നവരെയോ കാണാൻ പറ്റണം. ഖിബിലയിൽ നിന്ന് തെറ്റാതെ സാധാരണഗതിയിൽ ഇമാമിന്റെ അടുത്തേക്ക് എത്തിപ്പെടാനും പറ്റണം. എങ്കിലേ പുറത്തുള്ള ആളുകളുടെ തുടർച്ച സഹിഹാവുകയുള്ളൂ ഷാഫി മദ്ഹബ് അനുസരിച്ച്. അതൊക്കെ ഉണ്ട് എന്നാ പിന്നെ പുറത്തു നിസ്കരിക്കാം, വിരോധമില്ല. പക്ഷെ പലപ്പോഴും ഇവിടെ വാതിലടഞ്ഞു കിടക്കുന്നു, ഉള്ളിലേക്ക് കാഴ്ച തീരെയില്ല. ഇമാമിന്റെ ശബ്ദം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാവും. ശബ്ദം കേൾക്കുക എന്നല്ലാതെ ഇമാമിനെയും കാണുന്നില്ല, അല്ലെങ്കിൽ ഇമാമിനെ കാണുന്ന സൊഫുകളിൽപ്പെട്ട ചിലരെ അവരെയും കാണുന്നില്ല. അതിന്റെ ഇടയ്ക്ക് ഇടത്തും വലത്തും ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഈ സൊഫിന്റെ ലാസ്റ്റ്, ഉള്ളിലുള്ള സൊഫിന്റെ ലാസ്റ്റിൽ നിൽക്കുന്ന ആളും പുറത്തുള്ള സൊഫിന്റെ ഫസ്റ്റിൽ നിൽക്കുന്ന ആളും തമ്മിൽ എത്രയോ മുഴം അകലം കാലിയായിട്ട് കിടക്കുന്നുണ്ടാവും. ഇങ്ങനെയൊന്നും ആയാല് ഷാഫി മദ്ഹബ് അനുസരിച്ച് തുടർച്ച സഹിയാവുന്നതല്ല. അപ്പൊ നമ്മൾ കഴിയുന്നതും നേരത്തെ ചെന്ന് പള്ളിയിൽ പോയി തന്നെ ജുമാക്ക് നിർബന്ധമാണല്ലോ പങ്കെടുക്കാൻ നോക്കുക. ജമാഅത്തും തന്നെ സംശയമില്ലാതെ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ജുമാ ആണെങ്കിൽ നിസ്കാരം തന്നെ സഹിയാകാതെ പോവുക ചെയ്യാം. ഇങ്ങനെയൊക്കെ വന്നാലേ അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്.